കൊച്ചവൻ്റെതാണെന്ന് പറഞ്ഞാൽ മതി. കാശ് കൊടുത്താ അവൻ എന്തും ചെയ്യും. മണികണ്ഠൻ അവന്റെ പേര്. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച. അയാളെ എങ്ങനെ കണ്ടുപിടിക്കും? കോടതിയിൽ അന്വേഷിക്കാൻ നമ്മുടെ ഏജൻസിയിൽ വിളിച്ചു പറയാം. ഇത് ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. എനിക്കെല്ലാം മനസ്സിലായടാ. എല്ലാം പറഞ്ഞല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല. ഈ നാറ്റക്കേസ് എവിടെ ഒളിച്ചു വെച്ചു? പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു. അച്ഛാ, ഒരു അബദ്ധം പറ്റിപ്പോയി. പറ്റിപ്പോയത് പോരാഞ്ഞിട്ട് നിങ്ങളിപ്പോ അത് മറ്റൊരുത്തന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണല്ലേ? ഉണ്ണുണ്ണിച്ചാൻ എല്ലാം അറിഞ്ഞല്ലേ? എല്ലാം അറിയാം. പക്ഷെ എനിക്ക് എന്റെ തെളിവുകളില്ലായിരുന്നു. ഇന്നിപ്പോ എനിക്കത് കിട്ടി. എ ക്ലിയർ എവിഡൻസ്. ഞാൻ സംശയിച്ചതെല്ലാം ശരിയാണ്. അച്ഛൻ ഇത് പുറത്ത് പറയരുത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനം പുറത്തറിഞ്ഞാലുള്ള നാണക്കേട് ഓർത്താടാ ഞാനും ഇത്രയും കാലം പറയരുത്. നമ്മളൊക്കെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് പറ്റിയതെന്താണ് ഞാൻ പറയാം. ഒരു പെണ്ണിന് ഗർഭം ഉണ്ടാകുന്ന എങ്ങനെയെന്ന് നീ പറയാതെ എനിക്കറിയാം. അച്ഛനോട് പറയണ്ടെന്ന് ഡാഡി പറഞ്ഞു. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ അറിഞ്ഞോണ്ടാണ് അച്ഛൻ അതിന്റെ കിടപ്പുവശം മനസ്സിലാകാഞ്ഞിട്ടാണ്. കാര്യം എങ്ങനെ മലന്ന് കിടന്നാലും തിരിഞ്ഞു കിടന്നാലും ഇപ്പൊ കൊച്ചൊന്നായില്ലേ? എടാ, ഗർഭം ഉണ്ടാക്കിയാ പോരാ, അത് ഏറ്റെടുക്കാനുള്ള ചങ്കുറ്റം കൂടെ വേണം. അല്ലാതെ വല്ലവന്റെ തലക്കെട്ടി എനിക്ക് ധൈര്യമില്ല. അച്ഛൻ എത്ര തന്നെയാണെങ്കിൽ അച്ഛനെ ഏറ്റെടുത്തോ. എനിക്ക് എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി. എനിക്ക് കൊച്ചുങ്ങളെ ഉണ്ടാവില്ലെന്ന് എല്ലാ ലേഡീസിനും അറിയാം. നാളെ ഇവളും ഞാനും കൂടി ഒരു കൊച്ചിനെ എടുത്ത് റോഡിൽ നടന്നാൽ ഇവിടെ ഒക്കത്തിരിക്കുന്ന കൊച്ചിന്റെ തന്ത ഞാനല്ലാതെ നാട്ടുകാർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ ആളെ കണ്ടുപിടിച്ചത്. എനിക്ക് രക്ഷപ്പെട്ടെ വേണ്ട. നീ മാത്രം അങ്ങനെ രക്ഷപ്പെടണ്ട. നീ രക്ഷപ്പെട്ടാൽ നീ പഴപ്പിച്ച പെണ്ണും വഴിയാതനോ. ഇറ്റ് ഈസ് ചീറ്റിംഗ് ആൻഡ് ക്ലീൻ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ഞാനിത് എന്തോന്ന് പറയണേ? ഞാനിത് പുറത്ത് പറയും. അച്ഛാ, പുതുശ്ശേരിക്കാരനെ തെണ്ടിത്തരം എല്ലാവരും അറിയട്ടെ. അച്ഛാ, ഞാൻ പറയും. നാടിനെ പറയും. താൻ പറയോ? പറയും. എങ്കിൽ ഞാൻ തന്നെ കൊല്ലും. ഇത് പുറത്തറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. തന്നെയും കൊല്ലും, ഞാനും ചാവും. കർത്താവാണ് സത്യം. ഇല്ലടാ, നീ എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കൊല്ലും. ഡാഡി എന്ത് ധൈര്യത്തിലാ വിവാഹത്തിന് സമ്മതിച്ചത്? വിവാഹത്തിന് മുമ്പ് അയാളോട് എല്ലാം തുറന്നു പറയണമെന്ന് ഞാൻ വിചാരിച്ച. പക്ഷെ ഈ നിലയിൽ കിടക്കുന്ന ഒരാളോട് എങ്ങനെ പറയും? നീ തന്നെയാണോ അയാളുടെ തല അടിച്ചു പൊളിച്ചത്? ഡാഡി, ഒരുപാട് ചങ്ങിക്കുത്ത് നടത്താനും പറയരുത്. എനിക്ക് അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു ഞാൻ അവളുടെ തല അടിച്ചു പൊളിക്കില്ലായിരുന്നോ? നീ ഇനി വെറുതെ കുറ്റം പറയണ്ട. എനിക്കറിയാം എല്ലാവരും അവളുടെ പക്ഷത്താ. പക്ഷെ കർത്താവിന്റെ കൂടെ നോക്കിക്കോ. ഈ കല്യാണത്തിന് മുമ്പ് ഡാഡിക്ക് മനസ്സിലാവും പാല ഏതാ വെള്ളം ഏതാന്ന്. ബോബി, ടെലിഗ്രാം വന്നിട്ടുണ്ട്. എന്തിന്? നാളെ കാലത്ത് മണികണ്ഠൻ വരുന്നു. ഒന്നിപ്പഴച്ച മൂന്നെന്നാണടാ. ഇപ്രാവശ്യം ഒന്നുകിൽ നീ, അല്ലെങ്കിൽ ഞാൻ. എല്ലാത്തിനെയും നാളെ ഞാൻ കൊല്ലുവടാ. നിനക്ക് ഒരു വ്യത്യാസം ഇല്ലെന്നോടാ. നീ പഴയ മഴുവൻ മണികണ്ഠൻ തന്നെ. മഴുവനും മണ്ടനൊക്കെ ആണെങ്കിലും ഒരു ആവശ്യം വന്നപ്പോ ഈ മണികണ്ഠനെ ഉണ്ടായുള്ളൂ. ഇവനാണ് എന്റെ ഭാര്യയുടെ ഗർഭമെടുക്കാൻ വന്നിരിക്കുന്ന തെണ്ടി. എല്ലാറ്റിനെയും ഞാനിന്ന് ഒരുമിച്ച് കൊല്ലും. സോണി, ഗെറ്റ് റെഡി. വാടി സർ. മൂന്നിന്റെയും കട്ട പോകാം. കച്ചട പരിപാടിയാണ്. പിന്നെ നീ എന്റെ ഒരു സുഹൃത്തായതുകൊണ്ടും 50,000 രൂപ തരാന്ന് പറഞ്ഞതുകൊണ്ടും ചെയ്യാം. കൊച്ചിനെയും തള്ളയും വീട്ടിൽ നിറക്കിയാല് അപ്പൊ കയ്യിൽ കാശ് തരും. വേറെ വല്ല ഡീറ്റെയിൽസ് അറിയണോ? ഒന്നും വേണ്ട. അതിന് ഏറ്റവും സ്ട്രോങ് തെളിവ് ഇതല്ലേ. ഇതാ, ഞാനും നീനയും തമ്മിലുള്ള മാരേജ് സർട്ടിഫിക്കറ്റ്. അവൾ എന്റെ ഭാര്യയാണെന്ന് പ്രൂവ് ചെയ്യാൻ
ഇതിൽ കൂടെ വല്ലതും വേണോ? ആ നീ സ്മാള് പറ. നിനക്കെന്ത് റമ്മോണ ബ്രാൻഡി വേണോ? റമ്മ, സ്കോച്ച് അതിൽ കുറഞ്ഞ പരിപാടിയൊന്നുമില്ല. ആ ശരി. പിന്നെ ഇവിടെ ചൂട് പെറോട്ട കിട്ടും. വേറെ പ്ലീസ് പ്ലീസ്. മുട്ടയില്ലേ? മുട്ടയിൽ ഒരു എല്ലില്ലാത്ത boneless chicken ഇല്ലേ? അണ്ണാ അണ്ണനോ? ആരാ, എവിടെന്നാ, എന്ത് വേണം, എന്താ കാര്യം? ലാസർ പാലയെന്ന് ഒരു കാപ്പ് കുടിക്കണം, എന്റെ ഭാര്യ ഒന്ന് കാണണം. അണ്ണ അവളൊന്ന് വിളിക്കാമോ? ഒന്ന് വിളിയണ്ണ. ഇയാളുടെ ഭാര്യ ഇവിടെ എന്ത് പണി ചെയ്യണ്? ഇവിടെ അവള് ഭാര്യയുടെ പണി തന്നെ ചെയ്യുന്നത്. പോക്കിരിത്തരം പറയുന്നോടാ. കാണിക്കല്ലേ, വല്ലവന്റെ ഭാര്യ ഒളിച്ചു താമസിക്കുന്നതാണോ പോക്കത്തരം? ഇവിടത്തെ കൊച്ചുമലയുടെ ഭാര്യയും കൊച്ചുമായിട്ട് താമസിക്കുന്നത് എന്റെ ഭാര്യയും കൊച്ചുവാ. കുഞ്ഞേ, നാത്തു സാറേ, ജയമോളെ ഓടി വരണേ. കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചവനെ പോലുണ്ടല്ലോ. തനി അതെന്റെ അച്ഛന്റെ കുഴപ്പ. താൻ വലിയ ക്രോസ് സാരം നടത്തണ്ട. മര്യാദക്ക് എന്റെ ഭാര്യ കൊച്ചിനെ വിളി. താൻ ആരോടാണോ? വേണ്ട ഉടക്കാൻ നിൽക്കണ്ട. ഡാഡി പറഞ്ഞ ശരിയാ. കണ്ടാലറിയാൻ ചെറ്റയാണെന്ന്. ഇവന്മാരായിട്ടൊക്കെ സംസാരിക്കുന്ന നമ്മുടെ അന്തസ്സിനെ പറ്റിയതല്ല. നിന്നെ വിളിക്കാം. ജയ, അവളെ വിളിച്ചേ. അവള് വരട്ടെ. ഇറങ്ങി വാടി, ഇറങ്ങി വരാൻ. എടി ദ്രോഹി, വഞ്ചകി, ചതിച്ചി, എവിടെയാണ് എന്റെ കൊച്ച്? എവിടെയാണ്? നിങ്ങൾ ആരാ? ഞാൻ ആരാണ് അറിയില്ലല്ലേ? സൂക്ഷിച്ചു നോക്ക്. കോട്ടയം സെന്റ് മേരീസ് പള്ളിയിൽ 1990 ജനുവരി 9 മാതാവിന് സാക്ഷി നിർത്തി നിന്നെ താലി കെട്ടിയ കോർപ്പറേഷൻകാർക്ക് ലാസറിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? നിന്റെ ചാന്തിനും പൊട്ടിനും ക്യൂടെക്സിനും പോലും എന്റെ ശമ്പളം തികയില്ലെന്ന് പറഞ്ഞ് നീ വീട് ഇറങ്ങിയപ്പോൾ പണത്തിനേക്കാൾ വലിയ വില സ്നേഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കി നീ എന്റെ വീട്ടിൽ തിരിച്ചു വരാൻ നാളെ പ്രതീക്ഷിച്ച് ആ പൂമുഖപ്പുഴയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. കാട് മുഴുവൻ എന്നെ എന്റെ കുഞ്ഞിനെ തേടി, സോറി, നിന്നെയും നിന്റെ കുഞ്ഞിനെയും തേടി ഇവിടെ കാണാൻ വന്നപ്പോ ഇത്ര ക്രൂരമായി നിങ്ങൾ ആരാണെന്ന് എന്റെ മുഖത്ത് നോക്കി നീ ചോദിക്കുന്നത് ഒരിക്കലും വിചാരിച്ചില്ല. ഇവിടെ ചെവുക്കുറ്റി നോക്കി ഒരു ഒറ്റ എന്റെ നീനെ രക്ഷിക്കാനുള്ള അധികാരം എനിക്ക് മാത്രമാണ്. എവിടെ നമ്മുടെ കുഞ്ഞ്? ഒന്ന് കാണാനാണ് ഓടി വന്നത്. പ്ലീസ് പ്ലീസ്. എനിക്ക് ഇയാളെ അറിയാം. കോളേജിൽ വെച്ച് അന്ന് ഇയാളുടെ പേര് മണികണ്ഠൻ എന്നായിരുന്നു അല്ലേ? അതെ, അതിനുശേഷം നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ല ഞാൻ ജാതി മറി ലാസറായത്. വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലേ മോനെ? അയ്യോ, എല്ലാം കള്ളമാ. എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവേ ഇല്ല. നീനാ ഇത്ര നീതി ആവരുത് നീ. നിങ്ങൾ കല്യാണം കഴിച്ചതിന് തെളിവ് വല്ലതും ഉണ്ടോ? ഉണ്ട്, മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. മതി. മാരേജ് സർട്ടിഫിക്കറ്റ് മതി. അതിൽ കൂടുതൽ തെളിവ് നമുക്ക് വേണ്ടല്ലോ. ഇതെങ്ങനെ ഒരാളെ മനസമാധാനത്തോടെ കൊല്ലാനും സമ്മതിക്കില്ല. ഇതെന്തോടോ? ഇത് ഞാൻ അടുക്കളയിലെ ഷെൽഫിലാണ് വെച്ചിരുന്നത്. അങ്ങനെ പറ്റിയതാവും. ഇത് മാരേജ് സർട്ടിഫിക്കറ്റ് തന്നെയാണ്. സീൽ കത്തിയിട്ടില്ല, നോക്കിയാൽ മതി. നോക്കിയാൽ മനസ്സിലാവും. അയ്യപ്പ സ്വാമിയാണ് കർത്താവാണ് സത്യം. അയ്യപ്പ സ്വാമി? ജാതി മാറി വെച്ച് നമുക്ക് പഴയ ദൈവങ്ങളെ മറക്കാൻ പറ്റുമോ? ശരി, ഞാൻ നിന്റെ ഭർത്താവല്ല, സമ്മതിച്ചു. പക്ഷെ നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നീ ഒരു പണക്കാരന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നത് കാണിച്ചു തരാന്ന് പറഞ്ഞാൽ നീ ഇവിടെ വിട്ടിറങ്ങിയത്. നീ സുഖമായി ജീവിച്ചോളൂ. പക്ഷെ എന്റെ കുഞ്ഞ്, എന്റെ സ്വന്തം സ്വന്തം ചോരയെ പറഞ്ഞ കുഞ്ഞ്, എനിക്കത് വേണം. നിന്റെ ചോര എ പോസിറ്റീവ് ആണോ? ഇമോഷണലായി സംസാരിക്കുന്നതിനിടയിൽ തമാശ പറയരുത്. അടുക്കളക്കാരി നോക്കിയാൽ മതി. കുടുംബാരി നടവണ്ട. ശരി, കുഞ്ഞിനെ ഞാൻ തരാം. നിങ്ങൾ കുറെ നേരമായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ കുഞ്ഞിന്റെ പേര്? പേരിലെന്തിരിക്കുന്നു? ബന്ധത്തിലാണല്ലോ കാര്യം. സ്വന്തം അച്ഛന് കുഞ്ഞിന്റെ പേരറിയായിരിക്കുമോ? അതല്ല, പക്ഷെ സാറൊന്ന് ആലോചിക്കണം. സ്വന്തം കുഞ്ഞിന്റെ പേര് പറഞ്ഞ് അത് സ്വന്തം കുഞ്ഞാണെന്ന് തെളിയിക്കേണ്ടി വരുന്ന ഒരു തന്തയുടെ മനോവേദന. ലോകത്തൊരു അച്ഛനെ ഇങ്ങനെ ഒരു ഗതികേട് വരുത്തരുത് ഗുരുവായൂർ. കർത്താവേ, അതേത് കർത്താവാണ്? അണ്ണാന്ന് വിളിച്ചോ, ആണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. അപ്പം പേര് പറഞ്ഞ കുഞ്ഞിനെ തരാം. എന്നാ കേട്ടോ, മേരി. മേരി എന്നുള്ള പേരിലൊരു കുട്ടി ഇവിടെ ഇല്ല. മേരി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ കൊച്ചു എനിക്ക് സൗകര്യമുള്ള പേര് വിളിച്ചൂടെ? എന്താ കൊള്ളൂല്ലേ പേര്? നിങ്ങളോട് ചോദിച്ചത് ആ കുട്ടിയുടെ ശരിയായ പേരാണ്. ശരിയായ പേര് മുത്തു. പെൺകുട്ടികൾക്ക് ആരെങ്കിലും മുത്തു എന്ന് പേരിടൂടാ?
ഇട്ടുകൂടെ നിയമമൊന്നുമില്ലല്ലോ. എന്റെ അമ്മയുടെ പേര് പീതാംബരൻ എന്നായിരുന്നു. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എനിക്കറിയാം, ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നാ അല്ലേ? മനുഷ്യ ഇവിടെ തീർന്നു നിൽക്കുമ്പോ കളിയാക്കല്ലേ. കുഞ്ഞിന്റെ പേരപ്പ തനിക്ക് അറിയില്ല. എന്താ അത്? പിള്ളേർ ആവശ്യമില്ലാത്ത ഓരോ സാധനം ഓരോ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. ഇവന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ജേ, പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്തിട്ട് എസ് ഐ വരാൻ പറ. ഇവനെ ഞാനൊന്ന് ശരിയാക്കും. വേണ്ടടി, ഇവനെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. സത്യം പറയണം. കുഞ്ഞിന്റെ പേര് നിനക്കറിയാം? കുഞ്ഞിന്റെ പേര് പറഞ്ഞാൽ കുഞ്ഞിനെ തള്ളാൻ നിനക്ക് വിട്ടുതരാം. പറയടാ, കുഞ്ഞിന്റെ പേര് മല മല മല. കുഞ്ഞിന്റെ പേര് മല. മലയോ? പോലീസിനെ വിളി. മലയല്ലടാ, കുന്ന് കുന്ന്. നിന്റെ അമ്മയുടെ 16 അടി നടന്നില്ലേ ആ കുന്ന്. കഴുത, മഴ കഴുത. അത്ര വലിയ വായൊന്നും അടിക്കണ്ട. പറഞ്ഞപ്പോ മുഴുവനും പറയണമായിരുന്നു. എന്ത് പറയണം? ആര് പറയണം? നീ പറയണമായിരുന്നു. കൊച്ചിന്റെ തന്തയായിട്ട് പിന്നെ നീയല്ലേ പറഞ്ഞു. അപ്പൊ കൊച്ചിന്റെ പേരും പറയണമായിരുന്നു. പച്ച കള്ളാടി ഞാൻ ഇവരെ കണ്ടിട്ട് പോലുമില്ല. ഓ, അങ്ങനെ എന്നെ മാത്രം കള്ളനാക്കിയിട്ട് നീ രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. എടാ, ഈ പെണ്ണിന്റെ ഭർത്താവായിട്ട് അഭിനയിക്കാൻ 50,000 തരാൻ നീ ടെലിഗ്രാം ചെയ്തിട്ട് ഞാൻ വന്നത്. 5 വർഷം ഞാൻ ടെലിഗ്രാം അടിച്ചിട്ട്. 5 വർഷം മുമ്പ് നീ ആർക്കടിച്ച്? നിന്റെ അച്ഛൻ ചെത്തപ്പോ കൺഗ്രാജുലേഷൻ ടെലിഗ്രാം അടിച്ചടാ. ഫ്രാഡ്. സാർ, എവനാണ് ഫ്രോഡ്? സത്യം ഞാൻ പറയാം. വേണ്ട. ഞാൻ നീനെ ഒരു കാലം ഏൽപ്പിച്ചാണ് പറ്റുന്നത്. എവര് തമ്മിൽ പ്രേമമായിരുന്നു. എവർ ഗർഭിണിയായപ്പോൾ അത് കലക്കാൻ വേണ്ടി 1000 രൂപ വന്ന് എന്നെ അവൻ അയച്ചത്. പോടാ, പുല്ല്. സാർ, നീ അനുസരിച്ചില്ല. തട്ടിക്കളയുന്നവരെ അവൻ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ഏറ്റില്ല. അവൾ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുമെന്ന് പറഞ്ഞു. ഇവൻ അന്ന് മുങ്ങി. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കാണുന്നത് ഇന്നാണ്. സാർ, ഈ കുഞ്ഞ് അവന്റെ തന്നെയാണ്. ജയിലിൽ വിളിച്ച് എന്നെ തൂക്കിക്കൊല്ലും. അവര് കയറെടുത്ത് വെക്കാൻ പറഞ്ഞാടി. ഞാൻ ഇവരെ കൊല്ലും. ഇനിയൊരു പെണ്ണിന്റെ ജീവിതം കൂടെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. ചാക്കോച്ച തന്റെ മോളെ രക്ഷിച്ചു.